പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. UDF സർക്കാരിന്റെ ഇന്ദിര ഗ്യാരണ്ടികളിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും അതാത് സ്ഥലങ്ങളിലെ ജനപ്രതിനിധികൾ ചേർന്ന് ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട്. KSRTCയുടെ ഓർഡിനറി വിഭാഗത്തിൽപ്പെടുന്ന 7 തരം ബസ്സുകളിൽ അതിൽ സൂപ്പർ ഫാസ്റ്റ് വരും, ടൗൺ ടു ടൗൺ ബസ് വരും. ഇവയിലെല്ലാം സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് ഇനി പറയുന്നത്. സൗജന്യമായിട്ട് യാത്ര ലഭിക്കുന്ന ഓർഡിനറി ബസ്സുകൾ അറിയാൻ പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് ബസ്സിൽ സ്റ്റിക്കർ പതിച്ചിരിക്കും. സംസ്ഥാനത്ത് താമസിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും, അതായത് അന്യ സംസ്ഥാനത്തുള്ള സ്ത്രീകളാണ് എങ്കിൽ പോലും സൗജന്യ യാത്ര ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വുമണുകൾക്കും ഉണ്ട്. പക്ഷെ സ്ത്രീകളോടൊപ്പമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 12 വയസ്സ് വരെ പകുതി ടിക്കറ്റ് എടുക്കണം. 12 വയസ്സിന് മുകളിലാണെങ്കിൽ ഫുൾ ടിക്കറ്റും എടുക്കണം. ലഗേജ് ട്രാൻസ്പോർട്ടിന് സ്ത്രീകൾക്ക് 15 കിലോമീറ്റർ വരെ സൗജന്യമായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു യാത്രാ സൗകര്യം ഉള്ളത്. ഇവർക്കുള്ള സൗജന്യ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവുകളാണ് വരുന്നത്. ഇത് പദ്ധതി മുന്നോട്ട് പോകില്ല, നടപ്പിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു ആദ്യം പറയുന്നത് ആണുങ്ങൾക്കില്ല, അല്ലെങ്കിൽ മുഴുവൻ ബസ്സുകളും ഇല്ല, ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് പറയുന്നത്. ഇങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൗജന്യമാണ്, അപ്പൊ ആ സൗജന്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ നിന്നോട്ടെ, ആവശ്യമുള്ളവർ കയറിപ്പോയിക്കോട്ടെ, ഇല്ലാത്തവർ പണം കൊടുത്ത് കയറിപ്പോയിക്കോട്ടെ. സ്വകാര്യ ബസ്സുകളും ഉണ്ട്, അവർക്കും ജീവിക്കണം. അത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം, ആവശ്യമുള്ളവർ എടുത്തോട്ടെ. സാധാരണ നിത്യച്ചെലവിന് വേണ്ടിയിട്ട് ദിവസവും പണിക്ക് പോകുന്ന ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പൊ എൻ്റെ ജില്ലയിൽ, എൻ്റെ സ്ഥലത്ത് പെരിന്തൽമണ്ണയിലെ ഒരു അവസ്ഥ നോക്കുകയാണ് എങ്കിൽ വലിയ ഒരു സഹായം തന്നെയാണ്. കാരണം ദീർഘദൂര ബസ്സുകളുണ്ട്, സൂപ്പർ ഫാസ്റ്റുകൾ, ടൗൺ ടു ടൗൺ ബസ്സുകൾ യാത്ര ചെയ്യാൻ കഴിയും. പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും പാലക്കാട്ടേക്കും തൃശ്ശൂരിലേക്കും കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും നിലമ്പൂരിലേക്കും യാത്ര ചെയ്യാം. ഇത് കൂടാതെ ഊട്ടി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ വരെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. ഇതെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങോട്ടെല്ലാം ഇവിടെ ഓർഡിനറി ബസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കുറവ് ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഡിപ്പോയിലെ കാര്യമാണിത്. അപ്പോൾ നടത്തുന്ന 600-ലധികം ബസ്സുകൾ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലേക്ക് അത് വളരെയധികം സഹായകരമാണ് സ്ത്രീകൾക്ക് എന്നുള്ളതാണ്. 100 ദിവസത്തിന് ശേഷം ഇത് വിപുലപ്പെടുത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആദ്യ വാഗ്ദാനം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബജറ്റാണ്. 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾക്കായിട്ട്, പെൺകുട്ടികൾക്ക് 1000 രൂപ എല്ലാ മാസവും ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് 1000 രൂപ എല്ലാ മാസവും പഠന ചെലവിലേക്കായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കൂടാതെ 5 ലക്ഷം രൂപ പലിശരഹിത ഈടുരഹിത വായ്പ യുവാക്കൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ സർക്കാർ ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് നിർത്തിപ്പോയ പദ്ധതിയാണ്. ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രമാണ് കഴിഞ്ഞ സർക്കാർ അത് തുടങ്ങിയിട്ട് നൽകിയത്. ഏപ്രിൽ മാസത്തിൽ അത് നൽകിയില്ല. 1000 കോടിയിലധികം ഖജനാവിൽ ഉണ്ടായിട്ട് പോലും 300 കോടി രൂപ മാത്രം മതിയായിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പിണറായി സർക്കാർ നൽകാതെയാണ് ഇറങ്ങിപ്പോയത്. ആ ഒരു പദ്ധതി വീണ്ടും തുടങ്ങുമോ എന്നുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ സൈറ്റ് ആക്റ്റീവാണ്, അതുകൊണ്ട് വീണ്ടും തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷനാണ്, വിധവാ പെൻഷൻ, അവായ്ത പെൻഷൻ വാങ്ങുന്നവർ, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ, ഇവർക്കെല്ലാം സഹായകരമാണ്. ഇപ്പം നിലവിൽ 2000 രൂപ പെൻഷനാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അത് 200 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 2200-ലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. ബജറ്റിന്റെ നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ആദ്യ ഗ്യാരണ്ടി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരെ.